സമീപകാലത്ത് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക. എന്നാൽ ആ സന്തോഷത്തിനപ്പുറം ഒന്നിനു പുറകെ ഒന്നായി തിരിച്ചടികളും ഈ സമയത്ത് ദുൽഖറിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഭൂട്ടാൻ വാഹനക്കടത്തിലെ ആരോപണവും ഇ.ഡി റെയ്ഡും അടക്കമുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് ദുൽഖർ പ്രതിസന്ധിയിലായി. ദുൽഖർ സൽമാനെ തകർക്കാനുള്ള സംഘടിത ഗൂഢാലോചനയാണോ ഈ വിവാദങ്ങൾക്ക് പിന്നിൽ എന്നാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ ദുൽഖർ നേരിടുന്ന പ്രശ്നങ്ങൾ വിശദീകരിക്കുന്നത്. ലോകയുടെ വിജയത്തിന് സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ദുൽഖറിന്റെ വ്യക്തിജീവിതത്തിൽ സിനിമാ ജീവിതത്തിലും കളങ്കപ്പെടുത്തുന്ന തരത്തിൽ വന്നിരിക്കുന്നത്. ദുൽഖർ അറിഞ്ഞുകൊണ്ട് വരുത്തിവെച്ചതല്ല ഇതൊന്നും. സമയം മോശമായപ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമായി. ദുൽഖറിനെ സംബന്ധിച്ച് ഏറ്റവും മാനസിക വിഷമം നേരിട്ടത് പിതാവിന് വന്ന അസുഖമായിരുന്നു. എന്നാൽ പ്രാർത്ഥനയും ചികിത്സയും ഒരുമിച്ച് ചേർന്നപ്പോൾ അദ്ദേഹം അതിൽ നിന്നെല്ലാം വിമുക്തത നേടി. വീണ്ടും അഭിനയ ജീവിതം ആരംഭിച്ചു. മമ്മൂട്ടിയെ പോലെ വളരെ ആലോചിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് മമ്മൂട്ടി. എന്നിട്ടും ചില വിഷയങ്ങൾ വിവാദമുണ്ടായി. ദുൽഖർ നായകനായ ഒരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ കഥാപാത്രം ഒരു പട്ടിയെ ഭാസ്കര എന്ന് വിളിക്കുന്നുണ്ട്. ഇത് തമിഴ്നാട്ടിൽ ദുൽഖറിനെതിരെ വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് ഉണ്ടാക്കി. എൽ.ടി.ടി നേതാവ് വേലുപ്പള്ളി പ്രഭാകരനെ അപമാനിച്ചു എന്നായിരുന്നു ആരോപണം. എന്നാൽ പട്ടണപ്രവേശം എന്ന ചിത്രത്തിൽ നിന്നുള്ള ആ പേരാണ് പറഞ്ഞതെന്ന് ദുൽഖർ മാപ്പ് പറയേണ്ടി വന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള മറ്റൊരു ആരോപണമായിരുന്നു നിത്യ മേനോനുമായുള്ള സൗഹൃദത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിച്ചത്. അതിന് നിത്യ മേനോൻ തന്നെ മറുപടി നൽകി. ദുൽഖർ നല്ല സുഹൃത്താണ്. തന്നോട് എപ്പോഴും സംസാരിക്കുന്നത് ഭാര്യയും മകളെയും കുറിച്ചാണ്. എത്ര സംസാരിച്ചാലും മതിയാകില്ല അദ്ദേഹത്തിന്. ഭാര്യയെയും മകളെയും അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളാണ് ദുൽഖർ. ഗോസിപ്പുകളിൽ 1% പോലും സത്യമില്ലെന്ന് നിത്യ പറഞ്ഞു. ദുൽഖറിന്റെ പേരിൽ ഉള്ള മറ്റൊരു ആരോപണം ആണ് ഭൂട്ടാനിൽ നിന്ന് കാർ കടത്തി എന്നത്. അതിന്റെ പേരിൽ വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടന്നു. മമ്മൂട്ടിക്ക് കാറുകളോടും ഇലക്ട്രോണിക് സാധനങ്ങളോടും ഭ്രമം എല്ലാവർക്കും അറിയാം. അതിനേക്കാൾ എത്രയോ മേലിലാണ് ദുൽഖറിന് കാറുകളോടുള്ള ഭ്രമം. കാക്കനാട് കുറെ സ്ഥലം വാങ്ങി അവിടെ 30ഓളം കാറുകൾക്കായി ആധുനിക സജ്ജീകരണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ സ്വന്തമാക്കിയ ലാൻഡ് റോവറിന്റെ പേരിൽ വിവാദവും കോടതിയും ഇ.ഡിയും ആകെ ജഗപുക. മോഹൻലാൽ ഫാൽക്കെ അവാർഡ് വാങ്ങി ആ ദിവസം ആ സന്തോഷം പങ്കിടാതെ മമ്മൂട്ടിയും ദുൽഖറും വേദനയുള്ള ദിവസമായി മാറി. കാരണം മമ്മൂട്ടിയുടെ വീട്ടിലും ഓഫീസിലും ഇ.ഡി റെയ്ഡ് അന്ന് തന്നെ നടന്നിരുന്നു. സോഷ്യൽ മീഡിയ ചിലർ ദുൽഖറിനെതിരെ നുണപ്രചാരങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. ദുൽഖർ ചോദ്യം ചെയ്യലിൽ പൊട്ടിക്കരഞ്ഞുവെന്നും കാലുപിടിച്ച് അപേക്ഷിച്ചുവെന്നും ദുൽഖർ ഇന്ന് തന്നെ അകത്തു പോകുമെന്നും ഉണ്ട തിന്നുമെന്നും ചിലർ പറഞ്ഞ് ആഹ്ലാദിച്ചു. ദുൽഖർ ഹൈക്കോടതിയിൽ വേദനയോട് പറഞ്ഞത് തനിക്ക് സ്വർണ്ണക്കടത്ത്, ലഹരിമരുന്ന്, രാജ്യവിരുദ്ധ പ്രവർത്തനം എന്നിവയുമായി ബന്ധമുണ്ടെന്ന് ചിലർ പറഞ്ഞു പരത്തുന്നു. താൻ അത്തരത്തിലൊന്നും ചെയ്യുന്ന ആളല്ല എന്ന്. ഇന്ന് മലയാള സിനിമയെ ഏറ്റവും സംശുദ്ധമായി ജീവിതം നയിക്കുന്നവർ ദുൽഖർ സൽമാനും പ്രണവ് മോഹൻലാലും. ദുൽഖറിനെ നാക്കഴിപ്പിച്ച പണത്തിനു വേണ്ടി വണ്ടിയുടെ ടാക്സ് വെട്ടിക്കില്ല. പടത്തിനോട് ദുൽഖറിന് ഒരിക്കലും ആർത്തിയുമില്ല.